mayabay സഞ്ചാരികളുടെ പറുദീസയായ തായ്ലാൻഡിലെ അത്ഭുത ദ്വീപ്. വെള്ളത്തിന്റെ നിറം കൊണ്ടും ബീച്ചിന്റെ വശ്യത കൊണ്ടും കടലിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ കൊണ്ടും ലോക സഞ്ചാരികളെ മുഴുവൻ ആകർഷിച്ച ആ അത്ഭുത ദ്വീപിലേക്കാണ് ഇന്ന് എന്റെ യാത്ര. സമയം 7 മണിയാകുന്നതേയുള്ളൂ. ടൂർ കമ്പനി ഏർപ്പെടുത്തിയ വണ്ടിയിൽ ബോട്ട് ജെട്ടിയിലേക്കാണ് ഇപ്പോൾ യാത്ര. ഫിഫി ഐലൻഡിലേക്ക് പോകുന്ന ബോട്ട് പുറപ്പെടുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്. മനോഹരമായ റോഡുകളാണ് എല്ലായിടത്തും. തായ്ലാൻഡിലുള്ള റോഡുകൾ എല്ലാം തന്നെ ലോക നിലവാരം പുലർത്തുന്നവയാണ്. ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷം ഞാൻ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നു. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ടൂർ കമ്പനിയുടെ ഓഫീസ്. എനിക്ക് മുമ്പേ എത്തിച്ചേർന്ന ഏതാനും സഞ്ചാരികൾ അവിടെ കൂടി നിൽക്കുന്നത് കാണാം. പല രാജ്യങ്ങളിൽ നിന്നായി ഒറ്റയ്ക്കും ഗ്രൂപ്പായും വന്നവർ. ഒരു തായ് പെൺകുട്ടി ടിക്കറ്റ് ചെക്ക് ചെയ്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരെനിക്ക് കയ്യിലിടാൻ ഒരു ബാൻഡ് തന്നു. ഞാൻ അവരുടെ ടൂർ കമ്പനിയുടെ ആളാണ് എന്ന് തിരിച്ചറിയാനാണ് ഇത്. പാക്കേജിന്റെ ഭാഗമായിട്ട് ടൂർ കമ്പനിയുടെ വക ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രെഡും ജാമുമൊക്കെയാണ് വിഭവങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബോട്ടിലേക്ക് കയറാനായി ഞാൻ മുന്നോട്ട് നടന്നു. ഇൻഷുറൻസിന്റെ ആവശ്യത്തിനായി എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ കാണുന്ന സ്പീഡ് ബോട്ടിലൊന്നിലാണ് യാത്ര. യാത്രക്കാരായി ബോട്ടിൽ 30-ലധികം പേരുണ്ടായിരുന്നു. എല്ലാവരും നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കണം. ഇതാണ് ടൂർ ഗൈഡ്. തായ് കലർന്ന ഇംഗ്ലീഷ് ഭാഷയിൽ യാത്രയിൽ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ബീച്ചിനെ പറ്റിയും വിശദമായി പറയുന്നുണ്ട്. മായാബയിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. കടലിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന 100 കണക്കിന് മലകൾ നമുക്ക് കാണാം. അൻഡമാൻ കടലിൽ തലയുയർത്തി നിൽക്കുന്ന ഇത്തരം മലകൾ നിറഞ്ഞ ദ്വീപുകളിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തായ് ഗവൺമെന്റ് ഏതാനും ദ്വീപുകളിലേക്ക് സഞ്ചാരം അനുവദിക്കുകയായിരുന്നു. ഫിഫി ഐലൻഡിലേക്കുള്ള യാത്രക്കിടയിൽ സഞ്ചാരികൾക്ക് കുളിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരിടത്താവളമായിട്ടാണ് ടൂർ കമ്പനിക്കാർ മായാബയെ കണ്ടിരിക്കുന്നത്. ഒരു ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ഞാൻ മായാബയിലെത്തി. കടലിന്റെ നീലനിറം ആരെയും അത്ഭുതപ്പെടുത്തും. സിനിമയിലും യൂട്യൂബ് വീഡിയോകളിലും മാത്രം കണ്ട നീലക്കടൽ. എന്തായാലും ഈ വെള്ളത്തിലൊന്ന് കുളിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ഇറങ്ങിയത്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിന്റെ ഭംഗി നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഇവിടെ നിന്നും നോക്കുമ്പോൾ ഉൾക്കടലിന്റെ കാഴ്ച കൃത്യമായി കാണാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് വെയിലുണ്ട്. താഴെ വെള്ളത്തിൽ ഒരു ലോങ് ടൈൽ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് കാണാം. ഒരുപാട് സഞ്ചാരികൾ അവർക്കിടയിലൂടെ മലകൾക്ക് നടുവിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ വലിയൊരു മല കാണാം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെയുള്ള അതിനും ഒരു പ്രത്യേക ചന്തമുണ്ട്. കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന സഞ്ചാരികളെയും കാത്ത് 100 കണക്കിന് ബോട്ടുകളാണ് ആ വലിയ മലയ്ക്ക് ചുറ്റുമായി കാത്തുകിടക്കുന്നത്. നല്ല തിരക്കുണ്ട്. ആളുകൾ കൃത്യമായി ക്യൂ പാലിച്ച് മുന്നോട്ട് പോകുന്നത് കാണാം. ദ്വീപിന്റെ ഉള്ളിലേക്കുള്ള മരം കൊണ്ടുള്ള നടപ്പാതയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു.
ടൂറിസത്തിന് വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നടപ്പാത. നമ്മുടെ ചാനലിന്റെ ചിഹ്നമായ റെയിൻബോ അംബ്രല എന്റെ മുന്നിലൂടെ തിളങ്ങി നടക്കുന്നുണ്ട്. ചെറിയ ഒരു നടത്തത്തിന് ശേഷം വിശ്വപ്രശസ്തമായ ആ ബീച്ചിന്റെ മുമ്പിൽ എത്തി. ഇവിടെയുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി നമുക്കും ആ ബീച്ചിലേക്കൊന്ന് പോകാം. തൂവെള്ള നിറത്തിലുള്ള മണലുകളാണ് പോകുന്ന വഴിയിലും ബീച്ചിലുമുള്ളത്. മായാബേ എന്നെഴുതിയ ബോർഡ്. അതിനു മുമ്പിൽ നിന്നും ഫോട്ടോ എടുക്കുന്ന സഞ്ചാരികളെ കാണാം. നൂറുകണക്കിന് സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നതിന്റെയും പോസ്റ്റ് ചെയ്യുന്നതിന്റെയും തിരക്കിലാണ്. ഇത് അലീനയും ചാൾസും, രണ്ടുപേരും ഫ്രഞ്ചുകാരാണ്. വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ എൻ്റെ ക്യാമറയ്ക്ക് അവർ പോസ്റ്റ് ചെയ്ത് കൈവീശി കാണിച്ചു. ടൈറ്റാനിക് സിനിമയിലെ നായകൻ ലിയനാർഡോ ഡിക്കാപ്രിയോ അഭിനയിച്ച ബീച്ച് എന്ന സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത്. ആ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് മായാബേ ശരിക്കും പറഞ്ഞാൽ ലോകപ്രശസ്തമാകുന്നത്. തായ് ടൂറിസ്റ്റ് പോലീസ് കൈകൊണ്ട് വീശി ചിരിയിൽ ഒരു സൗഹൃദം പങ്കിട്ടു. കടൽക്കരയിൽ ലൈഫ് ഗാർഡിന്റെ ടവർ കാണാം. അതിൽ കൃത്യമായി സഞ്ചാരികളെ വീക്ഷിച്ച് ഒരാളിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ചയാണ് മായാബേ നമുക്ക് സമ്മാനിക്കുന്നത്. മൂന്ന് ഭാഗവും വലിയ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഓപ്പണായി കിടക്കുന്നത് കാണാം. അതിലൂടെയാണ് കടൽവെള്ളം ഈ ബീച്ചിലേക്ക് വരുന്നത്. മുംബൈയിൽ നിന്നുള്ള 5 സുഹൃത്തുക്കൾ ഇന്ത്യക്കാരനാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ അടുത്തേക്ക് ഞാൻ നടന്നു. ഒരാൾ മണലിൽ ചിത്രം വരയ്ക്കുകയാണ്. ലവ് ചിഹ്നമൊക്കെ വരച്ച് തന്റെ പ്രണയം വെളിപ്പെടുത്താനുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു. തിരിച്ചു പോകുമ്പോഴും മായാബേ എന്നെഴുതിയ വെൽക്കം ബോർഡിന് മുന്നിൽ ഫോട്ടോ എടുക്കുന്നവരെ കാണാം. മനോഹരമായ നടപ്പാതയാണ് മരം കൊണ്ട് തറയിൽ നിന്ന് ഒരടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ദ്വീപിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ നടപ്പാതയുണ്ട്. ആ കാണുന്നത് സഞ്ചാരികൾക്കുള്ള ടോയ്ലറ്റുകളാണ്. ഇവിടെ ഈ ഭാഗത്ത് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ചെറിയ ഒരിടം തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് സമയം മാത്രമേ മായാബേയുടെ കാഴ്ചകൾ പകർത്താനും ഉല്ലസിക്കാനും കഴിഞ്ഞുള്ളൂ എന്നൊരു സങ്കടത്തോടെയാണ് തിരിച്ചു പോരുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതിയുടെ സൗന്ദര്യം. ഞാൻ കണ്ട ബീച്ചുകളിൽ ഏറ്റവും മനോഹരമായതാണ് മായാബേ. ഇവിടുന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് ഈ ഉൾക്കടൽ നമുക്ക് സമ്മാനിക്കുന്നത്. ചെറിയൊരു പാലത്തിലൂടെ താഴേക്ക് നടന്നു. ഫ്ലോട്ടിംഗ് ഡെക്കിൽ നിന്നാണ് നമുക്ക് ബോട്ടിലേക്ക് കയറേണ്ടത്. ഇവിടെ നിന്ന് ഫിഫി ദ്വീപിലേക്കാണ് യാത്ര. ഏകദേശം 100 മീറ്റർ വരെ ഉയരമുള്ള ചുണ്ണാമ്പ് മലകളാണ് ഇവിടെയുള്ളത്. തായ്ലാൻഡിന്റെ കടലോര വിനോദസഞ്ചാര ഭൂപടത്തിൽ ചുണ്ണാമ്പുകല്ലുകൊണ്ട് നിർമ്മിതമായ ഇതുപോലുള്ള 100 കണക്കിന് മലകളും ദ്വീപുകളുമുണ്ട്.